എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദിയും സ്തുതിയും. എൻ്റെ പേര് അഭിലാഷ് പി സിൽവ. ഞാൻ വരുന്നത് ട്രിവാൻഡ്രം രൂപതയിലെ അടിമത്ര ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് 31 മെയ് 2024 എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ വന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ നിയോഗം വച്ചത് കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാനും പ്രലോഭനങ്ങൾ കൂടാതെയും വിശ്വാസത്തിലും ജീവിക്കാൻ വേണ്ടിയാണ്. ഉടമ്പടി എടുത്ത് പോയതിൻ്റെ ഫലമായി പിറ്റേ ദിവസം മുതൽ തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും അമ്മ ഒരുക്കി തന്ന് കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനു മുന്നേ എല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വരുമെങ്കിലും മറ്റ് തടസ്സങ്ങളും ആവശ്യങ്ങളും കാരണം 1-2 പേർക്ക് മാത്രമേ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഞാൻ +2 പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 1 മാസത്തേക്ക് IELTS ട്രെയിനിങ്ങിന് പോവുകയും അതിനുശേഷം IELTS എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഞാൻ IELTS എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപായി പരിശുദ്ധ അമ്മയുടെ കാശ് ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷവും ധൈര്യവും പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് നൽകി. ബാക്കിയുള്ളവരെ കാണുമ്പോൾ അവരുടെ മുഖം നല്ല സങ്കടത്തോടും വിഷമത്തോടും കൂടെയാണ് ഇരുന്നിരുന്നത്. എന്നാൽ ഞാൻ അവരോട് സംസാരിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരീക്ഷയുടെ അവസാന സമയങ്ങളിൽ റീഡിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 20 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ആ സമയം ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും തന്നെ വായിക്കാതെ എൻ്റെ കണ്ണിൽ മാതാവ് കാണിച്ചു തന്ന ഓപ്ഷൻസ് എല്ലാം ഞാൻ ടിക്ക് ചെയ്തു. അതെല്ലാം ശരിയാകാതിരുന്നെങ്കിൽ എനിക്ക് IELTS എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിക്കില്ലായിരുന്നു. അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉള്ളതിനാൽ എനിക്ക് 6.5 ബാൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നൽകി ഈശോയും പരിശുദ്ധ അമ്മയും എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ അടുത്ത ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് US പോയി പഠിക്കണമെന്നായിരുന്നു. പക്ഷേ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം എൻ്റെ ആഗ്രഹം സാധിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വച്ചിരുന്നത് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലവും നല്ലൊരു കോഴ്സും നൽകി എന്നെ അനുഗ്രഹിക്കണമെന്നായിരുന്നു. എന്നാൽ ഞങ്ങൾ US ഭാഗത്തോട്ടൊന്നും ചിന്തിച്ചില്ലായിരുന്നു. UK ആയിരുന്നു ഞങ്ങൾ ആദ്യം പ്രിഫർ ചെയ്തിരുന്നത്. അതിനായി ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിലും അതിൽ ഫെയിലാവുകയും ഫണ്ടിൻ്റെ കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് കുടുംബാംഗങ്ങളെല്ലാം തന്നെ എന്നെ സങ്കടപ്പെടുത്തുകയും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. അമ്മ മാതാവ് എന്നെ കൈവിടില്ലെന്നും ഈശോ എന്നെ സഹായിക്കുമെന്നും എനിക്ക് ഉറപ്പുള്ളതിനാൽ ഞാൻ അവരോട് ഒന്നും മിണ്ടിയില്ല. അവരുടെ സംസാരങ്ങൾ കൂടിപ്പോയതിനാൽ ഞാൻ ചിലപ്പോഴൊക്കെ അവരോട് ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് US പോകാൻ ഒരു ഇൻ്റർവ്യൂ വഴി ഒരു കൺസൾട്ടൻസി US വിടുമെന്ന് യൂട്യൂബ് വഴി അറിയുകയുണ്ടായി. അതിനുശേഷം അവരുമായി സംസാരിച്ചതിൻ്റെ ഫലമായി നവംബർ 1 മുതൽ അതിനായുള്ള പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 2024 ഈ നവംബർ 23 ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു 23 നവംബർ ഏറ്റവും നല്ല ഒരു ദിവസമാണ്, എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ്, അച്ഛനും നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള ദിവസമാണെന്ന്. അന്ന് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു ഉച്ച സമയമായപ്പോൾ അന്ന് തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരികയും ഉടനെ തന്നെ വിസ ഇൻ്റർവ്യൂ ഡേറ്റ് എടുക്കുകയും ചെയ്തു. വിസ ഇൻ്റർവ്യൂവിനെ കുറിച്ച് കൺസൾട്ടൻസി ഏജൻസി എല്ലാം പറഞ്ഞിരുന്നത് നല്ല ടഫായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, വേൾഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടഫസ്റ്റ് ഇൻ്റർവ്യൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ എൻ്റെ കൂടെ പരിശുദ്ധ അമ്മയും ഈശോയും ഉള്ളതിനാൽ എനിക്കൊരു പേടിയുമില്ലാതെ അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ പറയുവാനും നല്ല ധൈര്യത്തോടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. അതിനെ തുടർന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നായി തൈലവും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി കാശുരൂപവും ഉപ്പുമെല്ലാം ഉപയോഗിച്ച് എൻ്റെ ഫയലിനകത്ത് ഇടുകയും തൈലം പൂശി കുരിശ് വരയ്ക്കുകയും കാശുരൂപം എൻ്റെ കൂടെ എടുക്കുകയും ചെയ്തു. അന്ന് തന്നെ രാവിലെ ഞാൻ 4 തുണ്ട് കഷ്ണം പേപ്പർ എടുത്ത് അതിൽ 2 ശരിയും 2 തെറ്റുമിട്ട് 3 വിശ്വാസപ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഫലം എന്താകുമെന്ന് എനിക്ക് ഇപ്പോഴേ അടയാളം തരണമെന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ എൻ്റെ കൈകൊണ്ടെടുക്കുന്ന
ആ പേപ്പർ അമ്മ തന്നെ എനിക്ക് തരുന്ന റിസൾട്ടായി എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ശരിയെന്ന് കിടക്കുന്ന ഒരു പേപ്പറായിരുന്നു അമ്മ എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ തന്നെ എനിക്ക് നല്ല സങ്കടമുണ്ടായി. സങ്കടമുണ്ടായത് വേറെ ഒന്നും കൊണ്ടല്ല, സന്തോഷം കൊണ്ടുള്ള ആ ഒരു ഇതായിരുന്നു. പിന്നെ 23-ാം തീയതി ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ വേറൊരു ദിവസവും അച്ഛൻ പറയാതിരുന്ന ആ ഒരിത്, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാവരും അവരുടെ ഡോക്യുമെൻറ്റ്സും ഫയലും എല്ലാം എടുത്ത് ഈശോയോട് സമർപ്പിക്കണമെന്നായിരുന്നു. ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും ധ്യാനവും കൂടുമ്പോൾ തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള എല്ലാ ആൻസറും ഞാൻ ചെയ്യേണ്ട എന്തെന്നും എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരവും എനിക്ക് ലഭിക്കാറുണ്ട്. ഉടമ്പടി ഉപ്പും കാശ്രൂപവും തൈലവും ഉപയോഗിച്ച് എനിക്ക് അനേകം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലുള്ള ഡോഗിന് സുഖമില്ലാതാകുമ്പോൾ ഞാൻ ആഹാരത്തിൽ പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പും തൈലവും നൽകി ആഹാരം നൽകുന്നതിൻ്റെ ഫലമായി അതിന് അസുഖങ്ങളെല്ലാം മാറുകയും നല്ല ആരോഗ്യവതിയായിരിക്കുകയും ചെയ്യുന്നു. പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടുത്തെ വാർഡൻ ചേച്ചിക്ക് തലവേദനയും തലക്കറക്കവും ഉണ്ടായതിനാൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ നിമിഷം തന്നെ ചേച്ചിക്ക് സുഖം പ്രാപിക്കുകയും ചെയ്തു. മറ്റൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ UK-യിലേക്ക് 2-3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് പോകാറുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് യാതൊരുവിധ വ്യത്യാസങ്ങളോ ഒന്നും തോന്നാറില്ല. എന്നാൽ USA-ക്കുള്ള ഇൻ്റർവ്യൂവിന് വന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് 20 വർഷം ആഘോഷിക്കുന്ന ഡിസംബർ 7-ാം തീയതിയായിരുന്നു. അന്ന് ഞാനിവിടെ വന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കാശ്രൂപം തന്നപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ വൈദ്യുതി പാസ് ചെയ്യുന്നതായി എനിക്ക് തോന്നുകയും അന്ന് തന്നെ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, ഞാൻ ഇനിയും കൃപാസനത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇതിനായൊരു സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി അമ്മ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുകയും ടിക്കറ്റും ബാക്കി കാര്യങ്ങളും ഉൾപ്പെടെ എന്നെ സഹായിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഈ 26-ാം തീയതി വ്യാഴാഴ്ച ഞാൻ US-ലോട്ട് പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവൃത്തിയുമായി ഞാൻ ആദ്യത്തെ മാസങ്ങളിൽ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയും ചമ്മലും ഒക്കെ ആയിരുന്നു. കാരണം കൊടുക്കുന്നവരെല്ലാം എന്നെ കളിയാക്കുകയും വേറെ ജോലിയൊന്നുമില്ലേ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാൻ ഓരോ മാസം കൂടുന്തോറും ഓരോ കെട്ട് പത്രം കൂടുതൽ വാങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ കൊടുക്കുന്ന ആളുകൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, നിൻ്റെ മുഖത്ത് എന്താ ഇത്ര പുഞ്ചിരി, നിനക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ഞാൻ പരിശുദ്ധ അമ്മയെ മാത്രമാണ് ഇതിന് കാരണമായി വയ്ക്കുന്നത്. പിന്നെ ഞാൻ ഓരോരുത്തർക്കും പത്രം കൊടുക്കുമ്പോൾ തന്നെ അടുത്തുകൂടെ പോകുന്നവർ എൻ്റെ അടുത്തുകൂടെ വന്നിട്ട്, മോനെ ഒരു പത്രം തരുമോ, ചേച്ചിക്ക് കൃപാസന അമ്മയെക്കുറിച്ച് അറിയാം, ചേച്ചിക്ക് ഇപ്പം വായിക്കണം. ചിലർ 2-3 പത്രം വാങ്ങിയിട്ട് എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിക്ക് കൊടുക്കണം, അങ്ങനെയും പറയാറുണ്ട്. പരിശുദ്ധ അമ്മയെ ഇത്രയും പേര് അറിയുന്നതിൽ ഒത്തിരിയധികം സന്തോഷവും എല്ലാം ഉണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അഭിലാഷ് എന്ന ഈ മകൻ്റെ സാക്ഷ്യം വളരെ സന്തോഷത്തോടും കൗതുകത്തോടും കൂടിയാണ് നാം ഓരോരുത്തരും കേട്ടുകൊണ്ടിരുന്നത്. ആ മകൻ്റെ വാക്കുകളിലൊരു പ്രത്യേകത, ഈശോയും അമ്മ മാതാവും എൻ്റെ കൂടെ ഉള്ളതിനാൽ പരീക്ഷകളെ ഞാൻ ഭയപ്പെട്ടില്ല, വിദേശത്ത് പോകുവാനുള്ള ഇൻ്റർവ്യൂവിനെ ഞാൻ ഭയപ്പെട്ടില്ല, വിസ ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരിക്കലും സംശയമുണ്ടായില്ല. ഓരോന്ന് പറയുമ്പോഴും അവൻ പറയുക, അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെയുള്ളതിനാൽ. ഈ കൂടെയുള്ള ഒരനുഭവം, പ്രസൻസ്, അത് നമ്മൾ അധികം പേരും അനുഭവിക്കാത്തവരും പറയാത്തവരുമാണ്. നമ്മളെല്ലാം പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, ഈശോയോട് പ്രാർത്ഥിക്കുന്നു, അമ്മ മാതാവ് ഉണ്ടാകണമേ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഈ മകൻ പറയുന്നത് മുഴുവനും എൻ്റെ കൂടെയുള്ളതിനാൽ എനിക്ക് ഇതൊന്നിനെക്കുറിച്ച് ഭയമില്ല. മറ്റുള്ളവർ വിറച്ച് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ പോലും ഞാൻ അവരുടെ അരികിൽ പോയി സന്തോഷത്തോടെ വർത്തമാനം പറയുമായിരുന്നു. മറ്റുള്ളവർ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എന്നെ പുച്ഛിക്കുമ്പോൾ ഞാൻ അവരോട് സന്തോഷത്തോടു കൂടി ഞാൻ അവരോട് സംസാരിക്കുമായിരുന്നു. കാരണം ഇത് അമ്മ മാതാവും ഈശോയും
എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ചെയ്യുന്നതും ഞാൻ ജീവിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും അത് സുവിശേഷ പ്രഘോഷണമാണെന്ന് എനിക്കറിയാമെന്ന്. മകൻ അതുപോലെ തന്നെ നിയോഗം എഴുതിയപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചതും പറയുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകണം എന്ന് അങ്ങനെയല്ല എഴുതിയത്, മറിച്ച് അമ്മ മാതാവും ഈശോയും ആഗ്രഹിക്കുന്നിടത്ത് പോകുവാൻ എനിക്ക് വഴി തുറക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് UK പോകണം, എനിക്ക് അയർലൻഡിൽ പോകണം, എനിക്ക് US പോകണം, അങ്ങനെ ഒരിടത്തെക്കുറിച്ച് എഴുതുന്നതിന് പകരം ഇത്രയും ചെറുപ്പമുള്ളൊരു മകൻ, പയ്യനായൊരു മകൻ, അവന് കിട്ടിയ ആ ഒരു ഉൾവെളിച്ചം അമ്മ മാതാവിനോട് ഉടമ്പടി എടുക്കുമ്പോൾ പറയേണ്ടത്, അമ്മ മാതാവും തിരുക്കുമാരനും എവിടെ ആഗ്രഹിക്കുന്നുവോ അങ്ങോട്ട് പോകുവാനുള്ള വഴി തുറന്ന് കിട്ടണം. അവൻ പറയുന്നുണ്ട്, US പോകുവാൻ പറ്റുന്നൊരു സാമ്പത്തിക സാഹചര്യമോ അത് കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആലോചന വെച്ച് പരിശ്രമിച്ചുമില്ല. എങ്കിലും അമ്മ മാതാവ് എത്ര സുന്ദരമായി ഓരോ കാര്യവും ഇങ്ങനെ അനുക്രമമായി ക്രമീകരിച്ച് കൊടുക്കുകയും എല്ലാം ഒരു ചരടിൽ കോർത്തതുപോലെ അവൻ്റെ പരീക്ഷയുടെ വിജയങ്ങൾ, അവൻ്റെ പ്രോസസ്സിൻ്റെ നടപടിക്രമങ്ങൾ, അവന് പോകുവാൻ അവൻ്റെ മനസ്സിൽ തോന്നിയതും എന്നാൽ സാഹചര്യം കൊണ്ട് പോകാനാവില്ലെന്ന് അവൻ തിരിച്ചറിയുന്നതുമായ US വഴിതെളിച്ച് കിട്ടുന്നത്, അതോടൊപ്പം അവിടുത്തെ ഇൻ്റർവ്യൂവും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നിസ്സാരമായി ഒത്തിരി കഷ്ടപ്പാടോടുകൂടി, ഒത്തിരി വിറവലോടുകൂടി, ഒത്തിരി ആദിയോടുകൂടി ഓരോരുത്തരും പങ്കുചേരുന്ന ഇടങ്ങളിലൊക്കെയും വളരെ ധൈര്യത്തോടുകൂടി അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ മകൻ പങ്കുചേരുന്നതും വിദേശത്ത് 27-ാം തീയതി പോകുവാൻ സാധിക്കുന്ന സന്തോഷമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ ദൈവ സാന്നിധ്യമുള്ള ജീവിതമാക്കി മാറ്റുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ പ്രസൻസ്, ഈശോയുടെ പ്രസൻസ് അനുഭവിച്ചുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ വലിയ പ്രത്യാശയിലും ധൈര്യത്തിലും ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തിലും മുന്നോട്ട് പോകുവാൻ നമുക്കത് കരുത്ത് പകരുന്നുണ്ട്. മകൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് ഈ ദൈവ സാന്നിധ്യത്തെയാണ്, ഡിവൈൻ പ്രസൻസിനെയാണ്. രണ്ടാമത്, ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല, നിരാശയില്ല, ഭയപ്പാടില്ല. എനിക്കിത് ഒരുക്കി വച്ചിട്ടുണ്ട്, എനിക്കിത് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്കിത് അനുവദിച്ച് തരുമെന്ന പ്രത്യാശയാണ് മകനെ നിരന്തരം നയിക്കുന്നത്. അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രത്യാശയുള്ള ജീവിതം നയിക്കുക. മൂന്നാമത്തത്, എൻ്റെ മെറിറ്റോ എൻ്റെ ഇഷ്ടമോ നിറവേറലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ഹിതവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുകയാണ് വേണ്ടത്. ആ ബോധ്യം ആദ്യം മുതൽ മകനുണ്ട്. ഇടയ്ക്ക് വെച്ച് കാലുമാറി മാറ്റിയെഴുതുന്നതല്ല, ആദ്യം മുതലേ മകൻ പറയുന്നുണ്ട്, ഇത് നിൻ്റെ കൃപ മാത്രമാണ്, എൻ്റെ ഇഷ്ടമല്ല. രണ്ടാമത്തത്, എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. എൻ്റെ സ്വാർത്ഥതകളോ ഞാൻ ആഗ്രഹിക്കുന്നിടങ്ങളോ ഒന്നും എനിക്കില്ല. ഞാൻ ഉടമ്പടി എടുത്തത് മുതൽ ഇത് വിശ്വാസത്തോടെ ഞാൻ ജീവിക്കുന്നുണ്ട്. അവൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, അവൻ അൾത്താര ബാലനാണ്. അവൻ അൾത്താരയിൽ നിരന്തരം ശുശ്രൂഷ ചെയ്യുവാൻ സന്തോഷമുള്ള മകനായിരുന്നു. അതുകൊണ്ട് തന്നെ ബലിയർപ്പണത്തിന് മുടങ്ങാതെ പോവുക. മറ്റൊന്നവൻ പറയാൻ വേണ്ടി ഇവിടെ മറന്നത്, എല്ലാ ആഴ്ചയിലും പോയി കുമ്പസാരിക്കുക. 2 ആഴ്ച കുമ്പസാരിക്കാൻ പറയുമ്പോൾ മടിയുള്ളവരാണ് നമ്മൾ. അവൻ എന്നോട് പറഞ്ഞത്, ഓരോ ആഴ്ചയിലും ഞാൻ പോയി കുമ്പസാരിക്കും. അഥവാ എനിക്ക് തോന്നിയാൽ മാത്രമേ 2 ആഴ്ചത്തേക്ക് വെക്കാറുള്ളൂ. പക്ഷെ ഒരിക്കലും, മിക്കവാറും തന്നെ ഓരോ ആഴ്ചയിലും പോയി ഞാൻ അനുദപിച്ച് കുമ്പസാരിച്ച് പ്രസാദപരത്തിലാണ് ജീവിതമെന്ന് ഉറപ്പിച്ചാണ് ഈ ഉടമ്പടിക്കാലം മുഴുവനും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് ഈ ഉടമ്പടിക്ക് അവൻ കൊടുത്ത പ്രൈസ് എന്ന് പറയുന്നത്. ഉടമ്പടിക്ക് നമ്മളെന്ത് വില കൊടുക്കുന്നു, നമ്മുടെ മനസ്സ് എത്രത്തോളം നിഷ്കളങ്കമായി ത്യാഗത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവം നയിക്കുന്നതിന് വേണ്ടി എത്ര കണ്ട് നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് മകന് ലഭിച്ച ഈ വലിയ നന്മകളെ ഒത്തിരി പേർ ഇപ്പോൾ അവനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. പയ്യനല്ലേ, 5 വർഷം കഴിഞ്ഞ് അമേരിക്കയിൽ പോയാൽ പോരെയെന്ന് പലരും അവനെ നോക്കി ഇവിടെ നിന്ന് ചോദിക്കുന്നത് അച്ഛന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ദൈവം ഉയർത്തുന്നത് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ, അത് കുപ്പത്തൊട്ടിയിൽ നിന്ന് പോലും ഉയർത്തിക്കൊണ്ട് പറയും, ഇത് എൻ്റെ പ്രിയപ്പെട്ടവൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. കാരണം അവൻ്റെ വാക്ക്, അവൻ്റെ ജീവിതം, അവൻ്റെ മനോഭാവം, ദൈവത്തോടുള്ള അവൻ്റെ ബന്ധം, അതൊക്കെയും ഏറെ ശ്രേഷ്ഠമായിരുന്നു. ഒരു ഉത്തമമായ ഉടമ്പടി ജീവിതത്തിൻ്റെ മാതൃകയായി ശരിക്കും ഈ മകൻ്റെ ജീവിത രീതിയെയും ഈ സാക്ഷ്യത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും. മകന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, ദൈവം മകനെ വഴി നടത്തിയ ഈ വലിയ അനുഭവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്
നല്ല കരഘോഷത്തോടു കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.